എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, തേർഡ് പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അവരതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടാണോ, അവരെ വിശ്വസിക്കാമോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഒരു റീഡിങ്ങിലൂടെ. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. ഇതെപ്പോൾ കാണുമ്പോൾ അപ്പോൾ തന്നെ റെസണേറ്റ് ആവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ്, അതുപോലെ ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഏത് സമയത്ത് കാണുമ്പോഴും അപ്പോൾ തന്നെ റെസണേറ്റ് ആവുന്നതാണ്. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കരുത്. ഫോഴ്സ്ഫുള്ളി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്കൊട്ടും റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം, സ്പ്രെഡുകളൊക്കെ ഒന്ന് നോക്കാം. അതായത് അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരാൻ, അതായത് തേർഡ് പാർട്ടി ബന്ധം അവസാനിച്ചതായിട്ട് കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസം. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്, അവരെ വിശ്വസിക്കാമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് തേർഡ് പാർട്ടി ബന്ധം അവസാനിച്ചു വരുന്ന നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ, അവർ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്, അവരതിനെ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു 3 കാര്യങ്ങളും ചേർത്തുള്ളൊരു റീഡിംഗ് ആണ് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു 10 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു 10 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു തിരിച്ചറിവിൻ്റെ ഘട്ടത്തിലാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ? നമ്മുടെ ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റു. അത്രത്തോളം ദൈവമാണ് ഈശോ. അതായത് ക്രിസ്തുവിന് സംഭവിച്ച പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവർക്ക് സംഭവിക്കുന്നത്. അത്രത്തോളം മാനസിക വേദനകൾ അവരനുഭവിച്ചു, മുറിവുകൾ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയമാണ്, ഒരു തിരിച്ചറിവാണ് അവർക്ക് സംഭവിക്കുന്നത്. അതായത് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി ബന്ധം ഒരു മാനസിക വേദനകളും മുറിവുകളും മാത്രമാണ് സമ്മാനിച്ചത്. ആ ഒരു ബന്ധം കൊണ്ട് അവർക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. മാനസിക വേദനകളും മുറിവുകളും സമ്മാനിച്ചതിനപ്പുറം ഒരു സന്തോഷവും അവർക്കുണ്ടായിട്ടില്ല. അവർ പ്രതീക്ഷിച്ച ഒരു സന്തോഷമോ ഒരു സംതൃപ്തിയോ അവർക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ടവർ കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ടവർ കാർഡ് റിവേഴ്സ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഉറച്ച തീരുമാനമായിട്ടാണ് അവർ വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്. അല്ല, ഈ ഒരു ബന്ധത്തിനൊരു ഉറച്ച തീരുമാനം ആയിട്ട് എടുത്തതിന് ശേഷമാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേർന്ന് അവരുടെ സമാധാനവും സംതൃപ്തിയൊക്കെ അവരാഗ്രഹിച്ച പോലെയുള്ളൊരു ജീവിതം അവർക്ക് ലഭിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയിരുന്ന നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിരുന്നു, അല്ലാതെ തേർഡ് പാർട്ടി പോലുള്ളൊരു വ്യക്തി അല്ലായിരുന്നു എന്നൊക്കെയുള്ളൊരു ഒരു വീണ്ടും വിചാരം ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. അതാണ് ടവർ കാർഡ് റിവേഴ്സ് വന്നത്. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയായിരുന്നു അവർക്ക് ആവശ്യം. അങ്ങനെയാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. തെറ്റാണെന്നും അവർക്ക് നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ആവശ്യമെന്നും ഈ ഒരു ടവർ കാർഡിലൂടെ അവർക്കൊരു കുറ്റബോധമുണ്ട് കേട്ടോ. ഈ ഒരു ടവർ കാർഡ് റിവേഴ്സ് വന്നപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്. ആ വ്യക്തികൾക്ക് വളരെയധികം കുറ്റബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. കുറ്റബോധത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അനുദിനം. മാനസിക വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മാനസിക വേദനയുണ്ട്. 10 ഓഫ് സോഡ് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ആ ഒരു വ്യക്തിക്ക്. അത്രത്തോളം വിശ്വാസവഞ്ചന നേരിട്ടൊരു വ്യക്തിയാണ്. അതായത് ഇവർ വിശ്വസിച്ച് പോയ തേർഡ് പാർട്ടി ഇവരെ ചതിക്കുകയായിരുന്നു എല്ലാ രീതിയിലും. അവരിൽ നിന്ന് കുറേ സമ്പത്തൊക്കെ വാങ്ങിച്ചു, അല്ലെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. അവരൊരു ഫ്രോഡായിട്ടുള്ളൊരു വ്യക്തി, ഒരു മോശം വ്യക്തിയായിരുന്നു തേർഡ് പാർട്ടി. അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും ഒരു തേർഡ് പാർട്ടി കൊടുത്തിരുന്നില്ല. അപ്പോൾ അവരെ വിശ്വസിക്കാമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. വിശ്വസിക്കണം വിശ്വസിക്കേണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം നമ്മുടെ റീഡിങ്
മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. അവരെ വിശ്വസിക്കണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ഒരു റീഡിങ് മാത്രമാണ് കേട്ടോ. അപ്പം ഞാൻ അവരുടെ ഫീലിങ്സാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഒരു വ്യക്തമായ ഒരു അടിത്തറ ഈ ഒരു ബന്ധത്തിന് വേണമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തമായ അടിത്തറ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന സമയമാണ്. അതാണ് ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾ കാർഡ് വന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് മനസ്സിലായി നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പരിഗണന, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സഹിക്കുന്ന ഒരു സർവം സഹായ ഒരു വ്യക്തിയാവാം. അതായത് ആ ഒരു വ്യക്തിയാണ് ജീവിതം, അല്ലെ ആ ഒരു വ്യക്തിയാണ് ലോകമെന്ന് മനസ്സിൽ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാവാം നിങ്ങൾ. നിങ്ങൾക്കും വേണമെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അവരെ വിശ്വസിച്ചിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ അത്രയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു പ്രാധാന്യമുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു വിധി എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പം ഇപ്പോഴവർക്ക് നിങ്ങളാണ് ശരിയെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു തിരിച്ചറിവ് വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഒരു തിരിച്ചറിവിലൂടെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളായിരുന്നു ശരി. അതാണ് കർമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാലചക്രം മാറുന്നുണ്ട്, നിങ്ങളാണ് ശരിയെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് ടവർ കാർഡ് റിവേഴ്സും പറയുന്നത്. നിങ്ങളായിരുന്നു ശരിയെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു ഫൂൾ കാർഡ് വരുന്നത്, അവർ ഈ ഒരു ബന്ധത്തിന് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്. തീർച്ചയായിട്ടും അവരെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്. ഒരു കാർമിക് റിലേഷൻ എൻഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതായത് പലതും പഠിപ്പിക്കാനായിരിക്കാം ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ വന്നത്. നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനാവാം ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ വന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അവർ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു, അവരുടെ സമ്പത്ത് പോയി, അവരുടെ സമാധാനം പോയി, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു തകർന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുള്ളത് അവർക്കറിയാം. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഒരു വ്യക്തിയെ, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് മനസ്സിലാക്കാൻ. നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു വിശ്വാസം എന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങളുടെ വിശ്വാസം തകർന്നു, അവരിലുള്ള പ്രതീക്ഷകളും വിശ്വാസമൊക്കെ തകർന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ വഞ്ചിച്ച വ്യക്തിയാണ്, നിങ്ങളെ കളഞ്ഞിട്ട് മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയൊരു വ്യക്തിയാണ്. അതായത് അവർക്ക് ഈ ഒരു ബന്ധത്തിലൊരു വ്യക്തമായൊരു അടിത്തറ വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളെ അവർ ചതിച്ചു പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു വിശ്വാസം പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു വ്യക്തി തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ പ്ലാനോട് കൂടിയാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് ഇതിനൊരു അടിത്തറ വേണം, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർക്ക് ചെയ്തു പോയ കാര്യങ്ങളിൽ ഒരു പശ്ചാത്താപമുണ്ട്, അവരതിൽ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അവസരം കൂടി അവർക്ക് നൽകണം എന്നാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്, ഒരവസരം കൂടെ എനിക്ക് തരണം. അതാണ് നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊരു അവസരം കൂടെ കൊടുക്കണം. അവരൊരു പുതിയൊരു വ്യക്തിയായിട്ട് അവർക്കൊരു തിരിച്ചറിവ് വന്നതായിട്ടാണ് അവർ പറയുന്നത്. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകി, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയി, ഞാൻ മാണിക്യത്തെ ഇവിടെ വെച്ചിട്ട് കരിക്കെട്ടിയുടെ പുറകെ പോയി, അത്രത്തോളം എന്നെ മനസ്സിലാക്കിയ നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല
എനിക്ക് വേണ്ട സമാധാനമാണ്. അതാണ് ഒരു ടെമ്പറൻസ് കാർഡ് പറയുന്നത്. എനിക്കൊരു പങ്കാളിയെ മാത്രമല്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ കൂടെയാണ് വേണ്ടിയത്. നീ അങ്ങനെ ആയിരുന്നു എനിക്ക്, പക്ഷേ ഇപ്പോൾ പോയ ബന്ധം അങ്ങനെ ആയിരുന്നില്ല. എന്നെ വഞ്ചിച്ചു അവർ എല്ലാ രീതിയിലും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ വേണ്ട ഒരു മനസ്സമാധാനമാണ്. അത് തരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് അവർക്കറിയാം. ഇവിടെ ഒരു 2 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അതാണ് എനിക്കിപ്പോഴും ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾക്ക് അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോഡ് എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യത്തെയും വൈകാരികമായി എടുക്കാതെ പ്രായോഗികമായി, അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ, നിങ്ങളുടെ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് മാത്രം തീരുമാനം എടുക്കുക. അതുപോലെ എടുക്കുന്ന തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുക. വ്യക്തതയോടെയും കൃത്യതയോടുകൂടിയുള്ള തീരുമാനം എടുക്കണമെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ, അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു വ്യക്തി തിരിച്ചു വന്നാലും നിങ്ങൾ ആ ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യണം, നിശ്ചയിക്കണമെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കണം. ഇനി ആ വ്യക്തി തിരിച്ചു വന്നാലും പഴയ പോലെ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പുതിയൊരു വീക്ഷണകോണിൽ നിന്ന്, ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകണം. ഈ ഒരു ബന്ധത്തിൽ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊരു തീരുമാനം എടുക്കുക. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. പക്ഷെ നമുക്കറിയാം, ഇവിടെ ഒരു വിശ്വാസം തകർന്നതാണ്. ടവർ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു വ്യക്തി എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ അവരുടെ വിശ്വാസം തകർന്നു. അപ്പം അതിനേക്കാളുപരി നിങ്ങൾ അനുഭവിച്ച മാനസിക വേദനകൾ അത് മുൻനിർത്തി വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാനെന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിതിലൊരു കൺഫ്യൂഷനൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഒരു വ്യത്യസ്തമായ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ആക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. അപ്പം നിങ്ങൾക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ. ഓക്കെ, താങ്ക് യു.